നിതിൻ സി ബാബു എഴുതി മനു സുരാജ് സംവിധാനം ചെയ്ത പടക്കളം എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നത്. ഈ സിനിമ ഒറ്റ വൺ ലൈനിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഒന്ന് കണ്ട് ചിരിച്ച് അർമാദിച്ച് വരാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇതിനകത്ത് മെയിനായിട്ട് അഭിനയിക്കുന്ന ഒരു 4 ബോയ്സ് ആണ്. അത് 4 ബോയ്സ് തുടക്കം മുതൽ അവസാനം വരെ അവരുണ്ട്. അപ്പൊ തുടക്കമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്രിഞ്ച് പോലെ തോന്നാം. പക്ഷെ നമ്മൾ സിനിമയിലേക്ക് മെല്ലെ മെല്ലെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഇന്റർവെല്ലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെയോ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നു. പക്ഷെ ഇത് നമുക്ക് ഒരു ഫാന്റസി മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലെ ആയിട്ട് കണക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര സംഭവമൊന്നും പറയാനില്ല. പക്ഷെ ചില സീനുകളൊക്കെ നല്ല ചിരി സമ്മാനിച്ച ഈ പടത്തിൽ വന്നിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ടൊന്ന് കാണാവുന്ന സിനിമ തന്നെയാണ്. സുരാജ് വെഞ്ഞാറമൂട് അതുപോലെ ഷറഫുദ്ദീൻ ഇവർ രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നിരഞ്ജന അനൂപ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ലേഡീസ് ക്യാരക്ടേഴ്സ് അധികം ഇല്ല, നിരഞ്ജന അനൂപും വേറൊരാളും കൂടെയൊക്കെ ഉള്ളൂ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഫിലിമാണ്. റിപ്പീറ്റ് വാല്യൂ അധികമുള്ള ഫിലിമായിട്ട് തോന്നുന്നില്ല. എങ്കിലും ഒരു 10ൽ 6.5 മാർക്കൊക്കെ കൊടുത്ത് തിയേറ്ററിൽ പോയിട്ടൊന്ന് ചിരിച്ച് ഉല്ലസിച്ച് വരാൻ പറ്റിയ ഒരു ഫാമിലി ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു രീതിയിൽ നിങ്ങൾ കാണുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.